ഹായ് ഗൈസ്, ഞാൻ ആയുഷ്. അപ്പം നമുക്ക് ഇന്നൊരു മാഗി ഉണ്ടാക്കിയാലോ? നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ക്യാരറ്റും തക്കാളിയും ക്യാപ്സിക്കനും സവാളയും കഴുകിയെടുത്ത്. എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം ഒട്ടും അറിയത്തില്ല. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ ക്യാപ്സിക്കനും സവാളയും തക്കാളിയും ക്യാരറ്റും എല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് ഇനി നമുക്ക് ഗ്രൈൻഡറിൽ ഇടാം. അപ്പോഴാണ് ആ നഗ്നമായ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ബ്ലേഡ് കാണുന്നില്ല. അങ്ങനെ ബ്ലേഡൊക്കെ കണ്ടുപിടിച്ച് കഴുകിയെടുത്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചേ. ഇനി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമുക്ക് ഇതിലോട്ട് എടുത്തിടാം. നമുക്ക് ഇനി ഇത് ഇച്ചിരിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കാം. അങ്ങനെ ഈ പ്രഹസനമൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അങ്ങനെ മുട്ടയൊക്കെ പൊട്ടിച്ച് നമുക്ക് ഗ്ലാസ്സിലോട്ട് ആക്കിയതിന് ശേഷം നേരെ മുമ്പേ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച ഗ്ലാസ്സിലോട്ട് ഇടാമേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് പാത്രം ചൂടാക്കാവേ. ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് മുട്ട ചീകി എടുക്കാവേ. നമുക്കിനി പോയി മാഗി എടുത്തിട്ട് വരാം ഫ്രിഡ്ജിൽ നിന്ന്. അങ്ങനെ എൻ്റെ അസിസ്റ്റൻറ്റും വന്നേ. ഇനി നമുക്ക് ഇപ്പി പൊട്ടിച്ചെടുക്കാവേ. അതിനകത്തുനിന്ന് അതിൻ്റെ മസാലയും ടോപ്പേഴ്സും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാവേ. ഇനി ചീകി വെച്ച മുട്ടയ്ക്കകത്തോട്ട് ഇച്ചിരി മസാല ചേർത്ത് കൊടുക്കാവേ. അതിനി മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാത്രം കഴുകിയെടുത്ത് ബാക്കി കട്ട് ചെയ്ത വെജിറ്റബിൾസും അതിലോട്ട് ഇടാവേ. ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം ഇച്ചിരി മസാല ഇടാവേ. ഞാനിവിടെ 2 പാക്കറ്റ് മാഗിയാണ് എടുത്തേക്കുന്നത്. അതിന് 1.5 പാക്കറ്റ് മസാല ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി മാഗി വെന്ത് വരുമ്പോൾ നമ്മൾ ചീകി വെച്ച മുട്ടയും ബാക്കി മസാലയും നമുക്ക് ഇട്ട് കൊടുക്കാവേ. ടോപ്പേഴ്സൊക്കെ മണ്ടയ്ക്ക് വിതറിയതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചൂട് മാറുന്നതിന് മുമ്പേ അത് വയറ്റിലോട്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, നമ്മൾ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. നിങ്ങൾക്ക് ഇത് തന്നെ വേറെ രീതിയിൽ ഉണ്ടാക്കാവേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വരവിൽ കാണാം.